പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ 7ാം മാസത്തിൻ്റെ അവസാനത്തേക്ക് പോവുകയാണ്. ഇനി 8ാം മാസം സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ എൻ്റെ റുട്ടീനൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ എണീറ്റ് വന്ന ഉടനെ ബ്രഷൊക്കെ ചെയ്തിട്ട് നേരെ അടുക്കളയിൽ വന്നിട്ട് ഈ മുട്ട പുഴുങ്ങിയത് പൊളിച്ച് കഴിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. അത് അമ്മ പുഴുങ്ങി വെച്ചിട്ടുണ്ടാവുക. അതൊക്കെ ഒന്ന് പൊളിച്ചിട്ട് സെറ്റാക്കി വെക്കും. അതിന് 2 എടുത്തിട്ട് കഴിക്കും കേട്ടോ. വെറും വയറ്റിൽ തന്നെ മുട്ടയാന്ന് കഴിക്കുക. അത് പ്രഗ്നൻ്റ് ആവുന്നതിന് ഒരു 1-2 മാസം മുന്നേ തുടങ്ങിയ ശീലമാണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നുള്ള അയില വേളൂരി ചെമ്മീൻ. അതിനിടയിൽ നമ്മൾ മീനായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ഉള്ളതെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഇന്ന് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴും ഇന്നലെയൊക്കെ മേടിച്ചത് തന്നെയായിരുന്നു ഇന്നും ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇന്ന് ഏതായാലും മീൻ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മേനോട് എന്തെല്ലോ വർത്താനം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നേരെ മുറ്റത്തേക്ക് ഇറങ്ങും. നമ്മുടെ കുളത്തിലുണ്ടല്ലോ മീൻകുട്ടന്മാരൊക്കെ കുറേ പെരുകിയിട്ടുണ്ട് കേട്ടോ. കുറേ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ഇടക്കിടക്കൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ടായിന്. ഇപ്പം പക്ഷെ എണ്ണാനും പറ്റുന്നില്ല, അത്ര അധികം ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഗാർഡനിൽ പുതിയ പുതിയ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാ പൂക്കളെല്ലാം ഒന്ന് ഓമനിച്ച് തൊട്ട് തലോടും, മീന് ഫുഡ് കൊടുക്കും. അതൊക്കെയാണ് രാവിലത്തെ പണി. നിച്ചൂട്ടി ഉറങ്ങി എണീച്ചിട്ടുണ്ടെങ്കിൽ നിച്ചൂട്ടിയും കൂടുകൂട്ടെ. രാവിലെ തന്നെ ഇന്ന് മോൾ എണീറ്റ് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ഗാർഡനിലേക്ക് ഇറങ്ങിയത്. മീന് ഫുഡൊക്കെ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ ഉറുമ്പുകൾ വെള്ളത്തിൽ വീണ് കിടപ്പുണ്ടാവേ. അതിലിങ്ങനെ പിടക്കുന്ന ജീവനുള്ള ഉറുമ്പുകളെല്ലാം രക്ഷിക്കും കേട്ടോ. ഇങ്ങനെ ഇല എടുത്തിട്ട് കോരി പുറത്തിട്ടിട്ട് എല്ലാ ഉറുമ്പും പോയിട്ട് കുളത്തിൽ വീഴുന്നതാണ് ശീലം. അപ്പോൾ കുറച്ചെണ്ണത്തിനൊക്കെ അങ്ങനെ രക്ഷിച്ച് വിടും രാവിലെ. എന്നിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ച് പോവേ. ആ മുട്ട കഴിച്ച് ഒരു 10-15 മിനിറ്റ് ഗ്യാപ്പിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇന്ന് പുട്ടും കടലക്കറിയാണ്. അപ്പോൾ അത് കഴിക്കുന്നുണ്ട്. അമ്മ രാവിലെ തന്നെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കഷ്ണം പുട്ടും കടലക്കറിയും എടുത്തിട്ടുണ്ട്. നിച്ചൂട്ടി എണീറ്റ് വരുമ്പോഴേക്കും ഏതായാലും ഇന്ന് അതും കൂടെ തീർക്കാമെന്ന് വെച്ചു. എന്നാൽ പിന്നെ മോളെ കൂടെ അങ്ങ് ചിലവഴിക്കാമല്ലോ സമയം. അതുകൊണ്ട് വേഗം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡിയാവട്ടെ. കുഞ്ഞുമക്കളുള്ള വീട്ടിലെ മെയിൻ പണിയായിരിക്കും ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കൽ. അവരുടെ കളിപ്പാട്ടും അതും ഇതൊക്കെ ഫുള്ള് വലിച്ചിട്ടിട്ടുണ്ടാവും. പക്ഷെ നിച്ചൂട്ടിൻ്റെ കാര്യത്തിൽ എന്തോ മോള് അത്ര അധികം വലിച്ചിടൂല കേട്ടോ. അതെന്തോ ഒരു ഭാഗ്യമാണ്. ചില വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം വലിച്ചിടൂലേ സ്ഥിരം. പക്ഷെ നിച്ചൂട്ടി അങ്ങനെ ചെയ്യലില്ല. പണ്ടേ നമ്മൾ കുറച്ച് ഇങ്ങനെ പറഞ്ഞ് സെറ്റാക്കി വെക്കും. മോള് കളിക്കാനെടുത്തത് തിരിച്ച് വെക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റാക്കുന്നതുകൊണ്ടും പിന്നെ മോൾക്ക് തന്നെ ഉള്ളൊരു ശീലം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അധികം വലിച്ചിടില്ല, കുറച്ചേ ഉണ്ടാവുമല്ലോ. അത് രാവിലെ തന്നെ ഒന്ന് അടുക്കി പെറുക്കി എല്ലാ അതാത് സ്ഥാനത്തേക്ക് എടുത്തു വെച്ചു. നിച്ചോ ഇത് വരാത്തേ? വാ മെല്ലെ നോക്കി ഇറങ്ങ. അതെയാ, നിച്ചു മാത്രമേ ഉള്ളൂ? വാ താഴെ നോക്കി ഇറങ്ങ. രാവിലെ തന്നെ കൊടും ചൂടാണ്. അതുകൊണ്ട് 2 നേരം നമ്മുടെ ചെടികൾക്കും അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ ഒരു ഉച്ചയാകുമ്പോഴേക്കിനും എല്ലാം തളർന്ന് വീണ് കാണാൻ കഴിയാത്ത കോലത്തിലാവും കേട്ടോ. അതുകൊണ്ട് 2 നേരം നമുക്ക് വെള്ളം അടിക്കണം എന്തായാലും. എന്നാൽ മാത്രമേ കുറച്ചെങ്കിലും ഒന്ന് ഉഷാറായിട്ട് നിൽക്കുള്ളൂ. അത്രയും വെയിൽ തട്ടുന്നുണ്ടല്ലോ. അപ്പോൾ രാവിലെ തന്നെ അതിന് ഇറങ്ങിയിട്ടുണ്ട്. നിച്ചൂട്ടി അംഗനവാടി പോകുന്ന ദിവസങ്ങളിൽ മോളെ വിട്ട ശേഷമാണ് ഞാൻ ചെടിക്ക് വെള്ളം നനക്കുക. ഇന്ന് പിന്നെ പോവാത്തതുകൊണ്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ നേരെ നിച്ചൂട്ടിക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കണം. പല്ല് തേപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പൊതുവേ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ നിച്ചുവിന്. പ്രത്യേകിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടുള്ള ദിവസം പറയും ദോശ മതി, ദോശയാണെങ്കിൽ പറയും ഇഡലി മതി, ഇഡലി ആണെങ്കിൽ പറയും പുട്ട് മതി. അങ്ങനെ ഓരോ ദിവസം ഓരോ എക്സ്ക്യൂസ് പറയും. പക്ഷെ എങ്ങനെയെങ്കിലും കുറച്ച് തിരിപ്പിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് അതൊരു ടാസ്ക്കാണ്. ഇപ്പോൾ രാവിലെ ഒറ്റക്കന്നെ കഴിപ്പിച്ചിട്ടൊക്കെ ശീലിപ്പിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് അങ്ങോട്ടേക്ക് ആകുമ്പോൾ കുറച്ച് തിരക്കൊക്കെ ആവുമല്ലോ. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നിട്ട് കൊടുക്കുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ ഏതായാലും പല്ലൊക്കെ തേപ്പിച്ചിട്ട് അതിൻ്റെ കാര്യം നോക്കട്ടെ. എൻ്റെ കഴുത്തിനുണ്ടല്ലോ ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു ഡ്രൈനെസ് പോലെ തോന്നുന്നു. ഇവിടെ തൊടുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട്. അധികം കറുത്തിട്ടില്ല. പ്രഗ്നൻസി സമയത്ത് നമ്മൾ ഹോർമോൺ ചേഞ്ച് എല്ലാം ഉണ്ടാകുമ്പോൾ കഴുത്ത് കറുക്കുമല്ലോ. അപ്പോൾ ചെറുങ്ങനെ കറുക്കാൻ തുടങ്ങുന്നുണ്ട് ഈ ഒരു സൈഡിൽ നിന്ന്. അധികം ഇല്ല, എന്നാലും ചെറുങ്ങനെ ഉണ്ട്. ഇന്നലെ രാത്രി ഇവിടെ ഇങ്ങനെ ചൊറിഞ്ഞു, കുറേ നേരം ചൊറിഞ്ഞു. ഒരു 3 മണിക്ക് എണീറ്റപ്പോൾ അവിടെയെല്ലാം ഒരു ഡ്രൈനെസ് പോലെ തോന്നുന്നു. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് കറ്റാർ വാഴേൻ്റെ ജെല്ലാക്കാം. ആ ഡ്രൈനെസ് ഒന്ന് മാറിക്കിട്ടുമല്ലോ, വേറെ ഒന്നും ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ചിലപ്പോൾ ചൊറിയും കറ്റാർ വാഴ ആക്കി കഴിഞ്ഞാൽ.
അപ്പോൾ അതൊന്ന് കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ആ പുരട്ടി ഒന്ന് ഉണങ്ങുമ്പോഴേക്ക് കുളിക്കാമല്ലോ. ചിലവർക്ക് നല്ലോണം കറുത്ത് നല്ലോണം വരും ഡെലിവറീൻ്റെ സമയമാകുമ്പോഴേക്ക്. എനിക്ക് നിച്ചൂട്ടീനെ അതിന് കുറച്ച് കറുത്തിട്ടുണ്ടായിനി, അധികം ഉണ്ടായിട്ടില്ല, എന്നാലും ഇതിനേക്കാളും ഉണ്ടായിനി. ഇപ്പം ഇതാ ഇങ്ങനെയാണ് അവസ്ഥയുള്ളത്. അപ്പോൾ ഒന്ന് കറ്റാർവാഴ ജെല്ല് തടി നോക്കിയിട്ട് കുളിക്കാം. സമയം 10 മണി കഴിഞ്ഞ് 10:30 ആവാനായി, 10:15 തോന്നുന്നുണ്ട്. നിച്ചൂട്ടി മുറ്റത്തുനിന്ന് അമ്മമ്മേൻ്റെ കൂടെ കഴിക്കുന്നുണ്ട് പുട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആ സമയം കൊണ്ട് എൻ്റെ കുളി അങ്ങ് തീർക്കാന്ന് വെച്ചു. ഞാൻ കുളിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ നിച്ചൂട്ടിൻ്റെ ഒന്ന് മേലൊക്കെ കഴുകിച്ചു കേട്ടോ. ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് രാത്രിയെല്ലാം ഫുള്ള് വേർത്തിട്ട് രാവിലെ ആകുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവുകയില്ല. അപ്പോൾ അംഗനവാടി പോകുന്ന സമയത്ത് സ്ഥിരം കുളിക്കുന്നതാണ്. എന്നാലും ലീവായാലും മേല് കഴുകിക്കൂട്ടെ രാവിലെ തന്നെ. തല പിന്നെ വൈകുന്നേരം കുളിക്കാമെന്ന് വിചാരിക്കും. എന്നിട്ട് മുടിയൊക്കെ ഒന്ന് ചീകി കെട്ടിക്കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ തന്നെ പിള്ളേർക്കൊരു ഉണർവുണ്ടാവും അന്ന് കളിക്കാനും ഫുഡ് കഴിക്കാനും എല്ലാം ആയിട്ട്. അപ്പോൾ മുടിയൊക്കെ ഒന്ന് പൊട്ടൊക്കെ തൊട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നീറ്റായി കാണാനും നമുക്കും ഒരു സന്തോഷമായിരിക്കും അവരെ കാണുമ്പോൾ. അതുകൊണ്ട് രാവിലെ ലീവായാലും എപ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിക്കും. നിച്ചുവിന് ഡാൻസ് കഴിഞ്ഞ പിന്നെ ചുമയും ജലദോഷമെല്ലാം പിടിച്ചിന്, പൊടി പാറി അലർജി ആയിട്ട്. അതുകൊണ്ട് ഇന്ന് അംഗൻവാടി വിടാന് ഡോക്ടറെ കാണിച്ച് 2-3 ദിവസത്തേക്ക് മരുന്നെല്ലാം ഉണ്ടല്ലേ കണ്ണാ. ഒറ്റക്ക് മരുന്നെല്ലാം കുടിക്കാൻ തുടങ്ങിയേ കുഞ്ഞാവാ. ഇതിൽ ചേച്ചി ആയോണ്ടാ അമ്മ തുറന്നുതരാം. നിച്ചുട്ടിൻ്റെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നാളുകളായിട്ട് എനിക്കും നിർബന്ധമില്ല കാര്യമാണ് രാവിലെ കുളിച്ചതിന് ശേഷം ഒന്ന് റെഡിയാവുക എന്നുള്ളത്. റെഡിയാവുന്ന പറഞ്ഞാൽ വേറെ കാര്യമായിട്ട് മേക്കപ്പ് ചെയ്യലൊന്നുമില്ല കേട്ടോ. ഒന്ന് കുളിച്ച് പൊട്ട് തൊട്ട് സിന്ദൂരം വെക്കും, കണ്ണ് എല്ലാ ദിവസവും എഴുതില്ല. കൺമഷി അധികം നല്ലതൊന്നല്ലല്ലോ, നമ്മൾ മേടിക്കുന്ന കൺമഷി അല്ലേ. അതുകൊണ്ട് ജസ്റ്റ് തോന്നുന്ന മൂടുള്ള പോലെ കണ്ണെഴുതണം. തോന്നിയ ദിവസം ജസ്റ്റ് ഒന്ന് കണ്ണെഴുതും, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ചന്ദനം തൊടും. ചന്ദനം കുളിച്ച് കഴിഞ്ഞാൽ തൊട്ടാൽ എന്തോ ഒരു ഐശ്വര്യം ഫീൽ ചെയ്യും എനിക്ക് സ്വന്തം തന്നെ. അതുകൊണ്ട് ഇപ്പോൾ എപ്പോഴും രാവിലെ തന്നെ കുളിച്ച് കഴിഞ്ഞാൽ ചന്ദനം തൊടും. അപ്പം അമ്മയും നിച്ചുട്ടി കുളിച്ച് സുന്ദരി മണികളായി അല്ലേ ചുട്ടി? ഉമ്മ തരുമോ? ഉമ്മയുടെ ചൊടി ചൂട് ബ്രെഡ് ഉണ്ട് കേട്ടോ. അതെ, നല്ല ചൂട് ബ്രെഡ്. നമ്മൾ ഇവിടെ തന്നെയുള്ള ബേക്കറി ഉണ്ട്, അവിടെ അച്ഛനിപ്പം മേടിച്ചോണ്ട് തന്നെയാണ്. ചൂട് തട്ടുന്ന തന്നെ എടുത്തപാട് കിട്ടും കേട്ടോ. ഈ ഒരു 11 മണി സമയത്ത് പോയി കഴിഞ്ഞാൽ. അതുപോലെ ഇതാ ചൂട് പപ്സും. ഇതാണ് ഇന്നത്തെ ചായക്കടി. ചൂടുണ്ട്. ഇച്ചിരി ദിവസമാണോ? അപ്പോൾ പപ്സ് എല്ലാം കഴിച്ചേ. ഇനി എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴേക്ക് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് ഉച്ചക്ക് പബ്ലിഷ് ചെയ്യണം. അത് എഡിറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഇതാ ഈ കുട്ടിപ്പട്ടാളും കൂടെ വന്നിട്ട് കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഫുള്ള് ഒച്ചപ്പാടായിരിക്കും. അപ്പോൾ ഞാൻ വേഗം ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ചോറിന് കുറച്ച് എരിവിനായിട്ടൊന്നുമില്ലേ, പെട്ടെന്നൊരു എരിവുള്ള എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചാൽ കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. പണ്ടേ അമ്മയിലാക്കുന്ന ഒരു സംഭവമാണ്. മീൻ കിട്ടാത്ത ദിവസങ്ങളിൽ ഇതെല്ലാം ആക്കി കഴിഞ്ഞാൽ കുറച്ച് ഉഷാറാവും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്ന 2 സാധനങ്ങളാണ്. കുറച്ച് തേങ്ങ ചിരണ്ടിയത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി കുത്തിയിടണം. വെളുത്തുള്ളി കഴിഞ്ഞു പോയി. രാവിലെ കുറച്ച് ചീരൊക്കെ എടുത്തപ്പോൾ അത് തീർന്നത് ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ വെളുത്തുള്ളി ഇടുന്നില്ല. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കട്ടെ. ഇതിൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ നമ്മുടെ പച്ച മാങ്ങ ഉണ്ടെങ്കിൽ അതും കൂടെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു പുളിപ്പും കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമേ. അങ്ങനെ ആക്കി നോക്കുന്നവർക്ക് അങ്ങനെ ആക്കാം കേട്ടോ. ഇപ്പം മാങ്ങ കയ്യിലില്ലാത്തതുകൊണ്ട് അത് ഇട്ടിട്ടില്ല. കുറച്ച് നല്ല എരിവിനായിട്ട് കുറച്ച് നല്ലോണം മുളക് പൊടി ഇട്ടാൽ മതി. വെറുതെ ഉണക്കച്ചെമ്മീൻ വറുത്തിട്ട് കഴിക്കലുണ്ട് നിങ്ങൾ, അത് നല്ല ടേസ്റ്റാണ്. ഉപ്പും മുളകും മഞ്ഞളും മാത്രം ഇട്ടിട്ട് എണ്ണയിലിട്ടിട്ട് വറുത്തെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതാ നല്ലോണം ഒന്ന് വറ്റി വരുമ്പോൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. സെറ്റ് സാധനമാണ്.
അങ്ങനെ ഫുഡൊക്കെ റെഡിയായ സ്ഥിതിക്ക് ഇനി ഏതായാലും പെട്ടെന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉച്ചക്കേക്ക് അച്ഛൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചുട്ടിക്കും എൻ്റെ കൂട്ടത്തിൽ തന്നെ എടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഒറ്റക്ക് കഴിക്കും, പിന്നെ നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യില്ലല്ലോ. അത് ഒറ്റക്ക് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ സമയം എടുക്കും. അതുകൊണ്ട് വാരി കൊടുക്കുവേ. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഇരുത്തും. അപ്പോൾ ആ സമയം കൊണ്ട് എൻ്റെ കഴിപ്പും അങ്ങ് തീരുമല്ല. അപ്പോൾ ഞാൻ കറിയും ചോറും പിന്നെ വറവെന്തെങ്കിലും ഉണ്ട് അതൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടാണ് എന്നിട്ട് കൊടുക്കുക. വേറെ വേറെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വറവൊന്നും തൊടുകയില്ല. അപ്പോൾ എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അറിയാണ്ട് അങ്ങ് കഴിച്ചോളും. അതുകൊണ്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ചോറും ചീര വറവും വെള്ളരിക്കറിയും നമ്മുടെ ഉണക്കച്ചെമ്മീനും അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. നമ്മൾ നിച്ചൂട്ടിൻ്റെ മുടി മുറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. മുടി മുറിക്കാണ്ട് വളർത്തി വെക്കാമെന്ന് വിചാരിച്ചാ. പിന്നെ ഇനിയിപ്പോൾ ചൂടലല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒപ്പിച്ചു കൊടുക്കാം. പഞ്ചായത്ത് തന്നെയാണേ പോകുന്നത്. ഞാൻ അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ തിരക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞു സജിതേച്ചി. അപ്പോൾ ഒന്ന് വേഗം പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങാമെന്ന്. നമ്മളവിടെ എത്തുമ്പോഴേക്ക് 1-2 ആളുണ്ടായിനെ. അവർ കയ്യാൻ കാത്തുക്കുമെന്ന്. അപ്പോൾ അവിടെ ഷോക്കേസിലൊരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. നിച്ചുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ അത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായ ഒരു പ്രതിമ, ഇങ്ങനെ തലയാട്ടി ഇങ്ങനെ കൊട്ടുന്ന ഒരു പ്രതിമ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ പോയപ്പോൾ നമ്മൾ മുടി മുറിക്കാൻ വേണ്ടിയിട്ട് കയറി. സെറ്റായാ നിച്ചുട്ടി മിക്കിൻ്റെ കുപ്പായിലിട്ടിട്ട് മുടി മുറിക്കാൻ സെറ്റായാ? പൊതപ്പാ പൊതപ്പാ സൈതാൻ്റെ കണ്ണട അയച്ചു. അവള് പറഞ്ഞ സൈതേച്ചി കണ്ണട ഇട്ടതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് വന്നപ്പോ കണ്ണട ഉണ്ടായിട്ടില്ല. ഇപ്പൊ എനിക്ക് കണ്ണട ഇട്ടോണ്ട് മനസ്സ് മുടി മുറിക്കുമ്പോ എനിക്ക് കണ്ണടയൊന്നും വേണ്ടപ്പോ. അത്രയൊന്നും പ്രായമൊന്നുമില്ലപ്പ. അത്രയും ആക്കല്ല. വെറുതെ സ്റ്റൈലിന് ഇട്ടേന്ന് കേട്ടാ. കണ്ണട ഇഷ്ടപ്പെട്ടിട്ടില്ല. നമുക്ക് മനസ്സിലാവുന്നില്ല ഒരു ആരാന്ന്. നിച്ചുട്ടിൻ്റെ മുടി ഒരു ലെങ്ത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ അടിയിൽ നിന്ന് ഇങ്ങനെ കേൾ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. എൻ്റെയും ഏട്ടൻ്റെയും മുടീൻ്റെ ഒരു മിക്സാണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെത് കോല് മുടിയാന്ന്, ഏട്ടൻ്റെ ചുരുണ്ട മുടിയാന്ന്. അപ്പോൾ നിച്ചുട്ടിൻ്റെ മേലെല്ലാം കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമെങ്കിലും താഴെ നമ്മുടെ കഴുത്തിന് താഴേക്ക് വരുമ്പോഴേക്ക് അതിങ്ങനെ മുകളിലേക്ക് കയറിപ്പോവും. അപ്പോൾ എത്ര നീളമുണ്ടെങ്കിലും അതധികം അങ്ങനെ കാണാനില്ല. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ആ ഒരു കേളായി പോകുന്ന സംഭവം അങ്ങ് കട്ട് ചെയ്തിട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തോ കുളിച്ചുപാട് നല്ല നീറ്റായി നിൽക്കുവേ. കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ കയറി പോകുന്നതുകൊണ്ട് ഒരു സുഖമില്ല കാണുമ്പോൾ. അതുകൊണ്ട് അതാണ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മുടിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ എന്ത് നീറ്റായിട്ടാണ് നിൽക്കുക. പക്ഷെ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം പോകും, അത് വേറെ കാര്യം. നിച്ചുട്ടിക്ക് നല്ല കംഫർട്ടബിളാണ് സജിതേച്ചി ചെയ്യുമ്പം. മുന്നേ പരിചയമില്ലതല്ലേ. അതുകൊണ്ട് സജിതാൻ്റെ ആണെങ്കിൽ ഞാൻ വൃത്തി ഇരുന്നേരുന്നു പറയും എപ്പോഴും. അപ്പം എല്ലാം സെറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ നല്ല നീറ്റ് സ്മൂത്ത് ആയിട്ടുള്ള മുടിയാണെങ്കിൽ നല്ല രസമായിരിക്കും. പക്ഷെ നിച്ചുട്ടിൻ്റെ ടെക്സ്ചർ അങ്ങനെയല്ല മുടീൻ്റെ. പിന്നെ ലാസ്റ്റ് ആകുമ്പോഴേക്ക് മതി അമ്മ എനിക്ക് ചൊറി ഇന്ന് മുടി മേത്തായി എന്നെല്ലാം പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ വീട്ടിൽ നിന്നുള്ള വേഷത്തിൽ അങ്ങനെ തന്നെ കൊണ്ടുപോയതാണ്. ഏതായാലും വന്നാട് കുളിപ്പിക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നല്ല ഫുള്ള് സെറ്റ് ചെയ്ത് കണ്ടപ്പോൾ നല്ല നീറ്റായിട്ട് നല്ല രസമുണ്ട്. പിള്ളേർക്ക് ഇങ്ങനെ ഇത്ര മുടിയുള്ളതും ഭംഗിയാണ്. പിന്നെ നല്ലോണം നീട്ടി വളർത്തിയിട്ട് കുഞ്ഞുമക്കൾക്ക് കുറേ മുടിയുള്ളതും കാണാൻ ഭംഗിയാണ്. പക്ഷെ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സ്കൂളിലെല്ലാം പോകുന്ന സമയത്ത് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ. നമ്മൾ അമ്മമാർ കുറച്ചും കൂടെ റിസ്ക് എടുക്കേണ്ടി വരും. മുടിയൊക്കെ മുറിച്ചിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ വരുന്ന വഴിക്ക് ഒന്ന് ബേക്കറിയിലും കയറിയിട്ടുണ്ട്. നമുക്കിന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ അനിയന്മാരും അവരെ ഭാര്യമാരും മക്കളും എല്ലാം ആയിട്ട് കുറച്ച് പേര് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീട്ടിലത് കുറച്ച് കഴിയുമ്പോഴേക്കും അവർ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ ആളുണ്ട്. ഒരു പടക്കമുള്ള ആൾ തന്നെയുണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ച് ഇന്ന് ശിവരാത്രിൻ്റെ ലീവല്ലേ, അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് ഇറങ്ങിയതാണ് 2 വണ്ടിയിലായിട്ട്. അപ്പോൾ കുറേ നേരം അവരുണ്ടായിരുന്നു കേട്ടോ. ഒരു 7 മണി 7:15 വരെ ഉണ്ടായിരുന്നു. ചായയെല്ലാം കുടിച്ച് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഹാപ്പിയായി. നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഇനിയിപ്പോൾ ഇപ്പോഴേ കാണൂലല്ലോ. അതുകൊണ്ട് എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഗർഭിണീനെ കാണാൻ വരുന്നൊരു ചടങ്ങും കൂടി ഉണ്ടല്ലോ. അതുകൊണ്ട് ഗർഭിണീനെയും നിച്ചൂട്ടീനെയും നമ്മളെല്ലാവരെയും കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.